എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8th ക്ലാസ്സിലെ ഹിന്ദി NCERT ബസന്ത് എന്ന പുസ്തകത്തിലെ 3rd ചാപ്റ്ററായ ബസ് കി യാത്രയുടെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കാരൺ ബതായേ ചാപ്റ്ററിൽ നിന്നുള്ള സെൻറ്റൻസുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. അപ്പോൾ അതിൻ്റെ റീസൺ പറയണം നമുക്ക്. मैंने उस कंपनी के हिस्सेदार की तरफ पहली बार ശ്രദ്ധാഭാവ് സേ ദേഖ. ഞാൻ ആ കമ്പനിയിലെ ഹിസ്സേദാർ, ആ കമ്പനിയുടെ ഹിസ്സേദാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട്ണർ, ആ പാർട്ട്ണറെ की तरफ പാർട്ട്ണറെ पहली बार ആദ്യമായിട്ട് ശ്രദ്ധാഭാവ് സേ ദേഖ ആദരപൂർവ്വം നോക്കി. ലേഖക് കെ മൻ മേ ഹിസ്സേദാർ സാഹബ് കെ ലിയെ ശ്രദ്ധ ക്യൂം ജഗ് ഗയി. അപ്പോൾ ശ്രദ്ധാപൂർവ്വക്ക് ആദരവോട് നോക്കി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ലേഖകൻ്റെ മനസ്സിൽ ആ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് ഇത്ര ആദരവ് അല്ലെങ്കിൽ ഭക്തി എന്തുകൊണ്ടാണ് മനസ്സിൽ വന്നത്? लेखक के मन में बस कंपनी के हिस्सेदार साहब के लिए ശ്രദ്ധ ഇസിലിയെ ജാഗ് ഗയി. ലേഖകൻ്റെ മനസ്സിൽ ആ ബസ് കമ്പനിയുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് ആദരവ് മനസ്സിൽ വന്നു. എന്തുകൊണ്ടെന്നാൽ വഹ ടയർ കി സ്ഥിതി സെ പരിചിത് ഹോനേക്ക് ബാവജൂദ് ബി, അദ്ദേഹം ആരാണ്? ആ പാർട്ട്ണർ ആ ടയറിൻ്റെ സ്ഥിതിയെ പറ്റിയിട്ട് അറിഞ്ഞതിൻ്റെ ശേഷവും അറിഞ്ഞിട്ടുകൂടി, ഹോനേക്ക് ബാവജൂദ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ടും കൂടി ബസ് കോ ചലാനെ കാ സാഹസ് ജുട്ടാ രഹാ താ. ബസ്സിനെ ഓടിക്കാനുള്ള ആ ധൈര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. സാഹസ് ജുട്ടാന, സാഹസ് എന്ന് വെച്ചാൽ ധൈര്യം, ജുട്ടാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലാന്നുണ്ടെങ്കിൽ ഏകത്ര കർണ എന്നൊക്കെ പറയാം, സംഭരിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ. പക്ഷേ ഇവിടെ എന്താണ്, ആ ധൈര്യം കാണിക്കുന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. കമ്പനി കാ ഹിസ്സേദാർ അപ്നി പുരാനി ബസ് കി, കമ്പനിയുടെ പാർട്ട്ണർ തൻ്റെ പഴയ ബസ്സിൻ്റെ ഖൂബ് താരിഫ് കർ രഹാ താ. ഒരുപാട് പുകഴ്ത്തി പറയുന്നുണ്ടായിരുന്നു. താരിഫ് കർണ എന്ന് വെച്ചാൽ പ്രശംസിക്കുക, ബസ്സിനെ പ്രശംസിക്കുന്നുണ്ടായിരുന്നു. അർത്ഥ മോഹ കി വജഹസെ, അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനം, പൈസ. അപ്പോൾ ധനം മോഹിച്ച്, പൈസ മോഹിച്ചിട്ട്, അതിൻ്റെ കാരണത്താൽ, വജഹസെ പറഞ്ഞ കാരണത്താൽ, ആത്മബലിദാൻ കി ഐസി ഭാവന, പറഞ്ഞ പൈസ മാത്രം ആലോചിച്ചിട്ട് ആത്മബലിദാനം കൊടുക്കാൻ, സ്വയം ബലി അർപ്പിക്കാൻ കൂടിയിട്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ബസ് ഭയങ്കര അപകടമായിട്ടുള്ളതാണ്, അതിൻ്റെ കണ്ടീഷനൊന്നും ശരിയല്ല, അപ്പോൾ എന്തു സംഭവിക്കുക, അതാണ് പറയണത്. സ്വയം ബലി കൊടുക്കാൻ കൂടിയിട്ട് അങ്ങനെയുള്ളൊരു ഭാവന. ദുർലഭത്തി അധികം എവിടെയും കാണാൻ പറ്റില്ല, ദുർലഭമാണ്, ആരും ധൈര്യപ്പെടില്ല, അങ്ങനെ അതിൻ്റെ അർത്ഥം. ജിസെ ദേക്കർ, അത് കണ്ടിട്ട് ലേഖകൻ ഹത് പ്രഭ് ഹോഗയ. ഹത് പ്രഭ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മനോഹരമായിട്ടെന്നൊക്കെ പറയാം. ഹത് പ്രഭ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞു വരിക, ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ അവസ്ഥ കുറഞ്ഞു വരിക. ഹതാശ എന്ന് പറഞ്ഞാൽ ആശ കുറഞ്ഞു വരിക, നിരാശയിലേക്ക് എത്തുക. അപ്പോൾ ആ പ്രഭ എന്നുള്ളതിൽ നിന്ന് കുറഞ്ഞു വരിക ഹതപ്രഭ്. അപ്പോൾ ലേഖകൻ അങ്ങനെ കുറഞ്ഞു ആദ്യത്തുള്ള ആ പോസിറ്റിവിറ്റി അതൊക്കെ അങ്ങോട്ട് കുറഞ്ഞു വന്നു. ഓർ ഉസ്കെ പ്രതി എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ഹിം, ആരുടെ? ആ പാർട്ട്ണർ, ബസ്സിൻ്റെ പാർട്ട്ണർ. ഉൻകെ മന്മേ, ലേഖകൻ്റെ മനസ്സിൽ ശ്രദ്ധാഭാവ് ഉമഡ്താ ഹേ. ശ്രദ്ധ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ആദരവ്, ഒരു ആദരവ്, റെസ്പെക്റ്റ് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു ഭാവം വന്നു തുടങ്ങി. ഉമഡ്ന എന്ന് പറഞ്ഞാൽ വന്ന് കൂടി വരിക, അപ്പോൾ ആദരവ് കൂടി വന്നു. ഇതൊക്കെ തമാശയായിട്ട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. കാരൺ ബത്തായയിൽ അടുത്ത ക്വസ്റ്റ്യൻ. ലോഗോനെ സലാഹ് ദീക്കി, ജനങ്ങൾ ഉപദേശം കൊടുത്തു, അഡ്വൈസ് കൊടുത്തു. സലാഹ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വൈസ്. കി എന്തെന്നാൽ സമജ്ദാർ ആദ്മി, അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള മനുഷ്യർ ഈ ശ്യാംവാലി ബസ്സെ സഫർ നഹി കർത്തെ, കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ കഴിവുള്ളവർ, അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാർ ഈ ശ്യാംവാലി ബസ്സെ, ഈ വൈകുന്നേരത്തെ ബസ്സിൽ സഫർ നഹി കർത്തെ, യാത്ര ചെയ്യില്ല. ലോഗോനെ യഹ് സലാഹ് ക്യൂന്തി, ജനങ്ങൾ ഇങ്ങനൊരു അഡ്വൈസ് എന്തുകൊണ്ടാണ് കൊടുത്തത്? ലോഗോനെ ലേഖക്കോ യഹ് സലാഹ് ഇസ്ലിയെ ദി, ജനങ്ങൾ ലേഖകന് ഈ അഡ്വൈസ് എന്തുകൊണ്ടാണ് കൊടുത്തത് എന്ന് വെച്ചാൽ ക്യൂങ്കി വേ ജാൻതെ തേക്ക്, അവർക്ക് അറിയുമായിരുന്നു ബസ് കി ഹാലത്ത് ബഹുത് ഖരാബ്, ബസ്സിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. ബസ് കാ കോയി ഭരോസ നഹി ഹേ കി, ബസ്സിൻ്റെ ഒരു വിശ്വാസവും ഇല്ല. എന്തെന്നാൽ ഭരോസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസം. യഹ് കബ് ഓർ കഹാ രുക് ജായ്, ഈ ബസ് എവിടെ എപ്പോൾ നിന്നു പോകുന്ന ഒരു വിശ്വാസവും ഇല്ല. ഷാം ബീത്തേ ഹി രാത് ഹോ ജാത്തി ഹെ, വൈകുന്നേരം കഴിഞ്ഞതും രാത്രിയാവും. ബീത്തേ ഹി എന്ന് വെച്ചാൽ കഴിഞ്ഞതും. ഓർ രാത് രാസ്തേമേ കഹാം ബിത്താനി പടുജായ്, പിന്നെ രാത്രി വഴിയിൽ എവിടെ ചെലവഴിക്കേണ്ടി വരുമോ? ബിത്താനി പടുജായ്, ചെലവഴിക്കേണ്ടി വരുമോ? ബിത്താന എന്ന് വെച്ചാൽ ചെലവഴിക്കുക. കുച്ച് പത്താ നഹി രഹത്ത, ഒന്നും അറിയാൻ സാധിക്കില്ല, ഒന്നും അറിയാൻ പറ്റില്ല. ഉൻകെ അനുസാർ, അവർ പറയുന്നതനുസരിച്ച് യഹ് ബസ് ഡാക്കിൻ കി തരഹ ഹെ, ഈ ബസ് ഡാക്കിനെ പോലെയാണ്. ഡാക്കിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാക്ഷസി, പിശാജ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. അപ്പോൾ ആ ഡാക്കിനെ പോലെയാണ് ഈ ബസ്സിൻ്റെ കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ.
ऐसा जैसे सारी ബസ് ഹി ഇഞ്ചൻ ഹെ. എങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു? മുഴുവൻ ബസ്സും ഇഞ്ചിനാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു. ഹം ഇഞ്ചിൻ കെ ഭീത്തർ ബൈഠെ ഹെ. ഞങ്ങൾ എഞ്ചിൻ്റെ അകത്ത് ഇരിക്കുകയാണ് എന്ന് തോന്നി. ഭീത്തർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത്. അപ്പോൾ എഞ്ചിൻ ഒരു ഭാഗത്തല്ലേ ഉണ്ടാവുള്ളൂ, അതല്ലാണ്ട് മുഴുവൻ ബസ്സും എഞ്ചിനാണ്, ഞങ്ങൾ എഞ്ചിൻ്റെ അകത്തിരിക്കുകയാണെന്ന് തോന്നി. ലേഖക്കോ ऐसा क्यों लगा? ലേഖകൻ അങ്ങനെ എന്തുകൊണ്ടാണ് തോന്നിയത്? जब बस चालक ने इंजन स्टार्ट किया, ബസ് ചലാനെ വാല, ചാലക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് ഓട്ടിക്കുന്ന ആൾ ആരാണ്? ഡ്രൈവർ. അപ്പോൾ ഡ്രൈവർ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തബ് സാരി ബസ് ഝൻझനാനെ ലഗി, മുഴുവൻ ബസ്സും ഝൻझനാനെ ലഗി എന്ന് പറഞ്ഞാൽ ഝൻझൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശബ്ദത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മുഴുവനും ശബ്ദിക്കുക ചെയ്യാൻ തുടങ്ങി. ലേഖക്കോ ऐसा प्रतीत हुआ, ലേഖകന് എങ്ങനെ തോന്നി എന്ന് വെച്ചാൽ കി പൂരി ബസ് ഹി ഇഞ്ചൻ ഹെ, മുഴുവൻ ബസ്സും എഞ്ചിനാണ് എന്ന് തോന്നി. പറഞ്ഞാൽ ബസ്സിൻ്റെ ഈ തല തൊട്ട് ആ തല വരെ എഞ്ചിനാണ് എന്ന് തോന്നി. ऐसा प्रतीत हुआ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ऐसा लगा എന്നും പറയാം. പറഞ്ഞാൽ ऐसा प्रतीत हुआ എന്ന് കൂടുതൽ നല്ലതാണ്, ശുദ്ധ ഹിന്ദി ആയിട്ട് വരും. അങ്ങനെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് പഠിക്കണം. മാനോ വഹ ബസ് കെ ഭീത്തർ ന ബൈഠ്കർ എഞ്ചിൻ കെ ഭീത്തർ ബൈഠാ ഹോ. അങ്ങേരെ ഇവിടെ ബസ്സിൻ്റെ ഉള്ളിലല്ല ഇരിക്കുന്നത്, എഞ്ചിൻ്റെ ഉള്ളിൽ, എഞ്ചിൻ്റെ അകത്താണ് ഇരിക്കുന്നത് എന്ന് തോന്നണ പോലെ ആയി. അർത്ഥാത് എൻജിൻ കെ സ്റ്റാർട്ട് होने पर, അതിൻ്റെ അർത്ഥം എൻജിൻ സ്റ്റാർട്ട് ആയപ്പോൾ എൻജിൻ കെ പുർജോം കി ഭാന്തി, പുർജ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിറ്റിങ്സ്, പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വേറെ പാർട്സുകൾ ഉണ്ടാവില്ലേ എൻജിൻ്റെ, അതാണ് പുർജെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻജിൻ കെ പുർജോം കി ഭാന്തി, എൻജിനിലുള്ള ഫിറ്റിങ്സിനെ പോലെ ബസ് കി യാത്രി ഹിൽ രഹത്തെ, ബസ്സിലുള്ള യാത്രക്കാരും ഇളകുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻജിൻ സ്റ്റാർട്ടാവുന്ന സമയത്ത് എൻജിനിലുള്ള സകല ഫിറ്റിങ്സും സകല പാർട്സും വിറക്കില്ലേ ഇങ്ങനെ, അതുപോലെ തന്നെ അതിലുള്ള യാത്രക്കാരും ഇളകുന്നുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഗജബ് ഹോ ഗയ. ഗജബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ഭുതകരമായിട്ട് അല്ലെങ്കിൽ അമേസിംഗ് എന്ന് പറയില്ലേ, അതാണ്. ऐसी बस अपने आप चलती है, ഇതുപോലത്തുള്ള ബസ് എന്താ തന്നെത്താനെ ഓടുവോ? ലേഖക്കോ യഹ് സുൻകർ ഹൈറാനി ക്യൂ ഹുയി, ലേഖകന് അത് കേട്ടിട്ട് എന്തുകൊണ്ടാണ് ആശ്ചര്യം തോന്നിയത്? ബസ് കി വർത്തമാൻ സ്ഥിതി ദേഖ്തേ ഹുയെ, ബസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് ഇസ് പ്രകാർ കാ ആശ്ചര്യ വ്യക്ത് കർണ, ഇതുപോലൊരു ആശ്ചര്യം പ്രകടിപ്പിക്കുക എന്നത് സ്വാഭാവികമായിരുന്നു. ദേഖ്നെ സെ ലഗ് നഹി രഹാ താ കി, നോക്കുമ്പോൾ തോന്നുന്നേ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ ബസ് കാണുമ്പോൾ തോന്നുന്നേ ഉണ്ടായിരുന്നില്ല എന്താണ്? ബസ് ചൽത്തി ബി ഹോഗി, ഈ ബസ് ഓടുമെന്ന് തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. പരന്തു എന്നാൽ ജബ് ലേഖകനെ ബസ് കെ ഹിസ്സേദാർ സെ പൂച്ചാ തോ, ലേഖകൻ ബസ്സിൻ്റെ പാർട്ട്ണറോട് ചോദിച്ച സമയത്ത് ഉസ്നെ കഹ, അവർ പറഞ്ഞു ചലേഗി ഹി നഹി അപ്നെ ആപ് ചലേഗി, ഓടുക മാത്രമല്ല തന്നെത്താനെ ഓടും എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ബസ് ചലന അല്ലെങ്കിൽ ഗാഡി ചലന എന്ന് പറയും. പക്ഷേ മലയാളത്തിൽ എന്താണ്? വണ്ടി ഓടുക പറയും. അത് പറഞ്ഞിട്ട് മലയാളത്തിലുള്ള ഓടുക എന്നുള്ളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഗാഡി ഭാഗന ദൗഡന എന്നൊന്നും പറയില്ല. ഗാഡി എന്ന് പറയുമ്പോൾ ചലന എന്നേ പറയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, മേ ഹർ പേഡ് കോ അപ്ന ദുഷ്മൻ സമജ് രഹാ താ, ഞാൻ ഓരോ മരങ്ങളെയും എൻ്റെ ശത്രുവായിട്ട് വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ലേഖക് പേഡോ കോ അപ്ന ദുഷ്മൻ ക്യൂ സമജ് രഹാ താ, ലേഖകൻ മരങ്ങളെ തൻ്റെ ദുഷ്മനായിട്ട് തൻ്റെ ശത്രുവായിട്ട് എന്തുകൊണ്ടാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്? ബസ് കി ജർജർ അവസ്ഥ സെ ലേഖക് കോ ऐसा മെഹസൂസ് ഹോ രഹാ താ കി, ബസ്സിൻ്റെ ജർജർ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീർണിച്ചതെന്നൊക്കെ പറയില്ലേ നമ്മൾ, ഒരു ലോക്കൽ വേർഡായിട്ട് അത്, അതിൻ്റെ അർത്ഥം ഭയങ്കര കേടുവന്ന പറഞ്ഞാൽ അതിൻ്റെ കണ്ടീഷനൊക്കെ വളരെയധികം മോശമായിട്ടുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനൊരു അവസ്ഥ കൊണ്ട് ലേഖക്കോ ऐसा മെഹസൂസ് ഹോ രഹാ താ, ലേഖകന് എങ്ങനെ ഫീൽ ആവുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ബസ് കി സ്റ്റിയറിംഗ് കहीं भी टूट सकती है, ബസ്സിൻ്റെ സ്റ്റിയറിംഗ് എപ്പോൾ വേണോ പൊട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ടായിരുന്നു. തഥാ ബ്രേക്ക് ഫെയിൽ ഹോ സക്തി ഹെ, അതിൻ്റെ ബ്രേക്ക് ഫെയിൽ ആവാനുള്ള സാധ്യതയും ഉണ്ട്. ऐसे में लेखक को डर लग रहा था कि, അങ്ങനെയുള്ള അവസ്ഥയിൽ ലേഖകന് പേടിയാവുന്നുണ്ടായിരുന്നു. എന്തെന്നാൽ കഹി ഉസ്കി ബസ് കിസി പേഡ് സെ ടക്രാ ന ജായ്, അങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബസ് ഏതെങ്കിലും മരത്തിൽ കൂട്ടിമുട്ടിയാലോ, ടക്രാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടിമുട്ടുക, അങ്ങനെ കൂട്ടിമുട്ടിയാലോ എന്ന് വെച്ച് പേടിയാവുന്നുണ്ടായിരുന്നു. एक पेड़ निकल जाने पर वह दूसरे पेड़ का इंतज़ार करता था, ഒരു മരം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത മരം എപ്പോൾ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്തസാർ കർണ എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കുക, കാരണം എങ്ങാനും മരം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൊണ്ട് ഇടിക്കുമോ എന്ന് വെച്ച് പേടിച്ചിട്ട്. कि बस कहीं इस पेड़ से ना टकरा जाए, വേറെ മരം വന്നാൽ ഇനി ഈ മരത്തിലെങ്ങാനും തട്ടുമോ എന്ന് വെച്ച് പേടിക്കുന്നുണ്ടായിരുന്നു. യഹി വജഹ ഹെ കി, ഈ കാരണം തന്നെയാണ് ലേഖക് കോ ഹർ പേഡ് അപ്ന ദുഷ്മൻ ലഗ് രഹാ താ, ലേഖകന് ഓരോ മരങ്ങൾ വരുമ്പോഴും അത് തൻ്റെ ശത്രുവാണെന്ന് തോന്നുന്നുണ്ടായിരുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, സവിനയ് അവജ്ഞ ആന്തോളൻ കിസ്കെ നേതൃത്വമേ കിസ് ഉദ്ദേശസെ തഥാ കബ് ഹുവാ താ. സവിനയ് അവജ്ഞ ആന്തോളൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിനെയാണ് പറയുന്നത്. ആന്തോളൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവ്മെൻറ്റ്, അവജ്ഞ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൊബീഡിയൻസ്. അപ്പോൾ സവിനയ് അവജ്ഞ ആന്തോളൻ ആരുടെ നേതൃത്വത്തിൽ, കിസ് ഉദ്ദേശസെ എന്ത് ഉദ്ദേശം വെച്ചാണ്, എന്ത് ഉദ്ദേശമാണ് അതിൻ്റെ, തഥാ കബ് ഹുവാത്ത എപ്പോഴായിരുന്നു. അപ്പോൾ 3 പോയിൻറ്റ്സ് ആണ് ഇതിൽ. നേതൃത്വം വഹിച്ച് ആരായിരുന്നു, പിന്നെ അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, എപ്പോഴായിരുന്നു. ഇതിഹാസ് കി ഉപലബ്ധ പുസ്തകവും കെ ആധാർ പർ ലിഖിയേ. ഇതിഹാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രം, ഹിസ്റ്ററി. അപ്പോൾ ഹിസ്റ്ററിയിൽ അവൈലബിൾ ആയിട്ടുള്ള ബുക്സിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. സവിനയ് അവജ്ഞ ആന്തോളൻ महात्मा गांधी के नेतृत्व में 1930 में अंग्रेजी सरकार से असहयोग करने तथा पूर्ण स्वाधीनता प्राप्त करने के लिए किया गया था. അപ്പോൾ ഈ സവിനയ് അവജ്ഞ ആന്തോളൻ എന്നത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ 1930 അംഗ്രേസി സർക്കാരിനെ, ബ്രിട്ടീഷ് സർക്കാർ, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമ്മൾ അസഹयोग करने, നമ്മൾ കോപ്പറേറ്റ് ചെയ്യാതെ ഇരുന്നതിൽ, സഹयोग ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹयोग करना എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്യുക. അസഹयोग അതിൻ്റെ ഓപ്പോസിറ്റ്, നമ്മൾ കോപ്പറേറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ, തഥാ പൂർണ്ണ സ്വാധീനത പ്രാപ്ത് करने के लिए, പൂർണ്ണമായിട്ടും സ്വാധീനത, ഫ്രീഡം പ്രാപ്ത് करने के लिए കിട്ടാൻ വേണ്ടിയിട്ടും ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സവിനയ് അവജ്ഞ का उपयोग व्यंग्यकार ने किस रूप में किया है लिखिए. സവിനയ് അവജ്ഞ, ഈ 2 വാക്കുകളുടെ ഉപയോഗം, അതിൻ്റെ അർത്ഥം എന്താണ്, സിവിൽ ഡിസൊബീഡിയൻസ്. അതിനെ വ്യംഗ്യക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിഹാസവും തമാശയൊക്കെ കലർന്ന് സംസാരിക്കുന്ന ഒരാൾ. അപ്പോൾ നമ്മളിവിടെ ആരാണ് സംസാരിക്കുന്നത്, ലേഖകൻ തന്നെയാണ്. അപ്പോൾ സർക്കാസ്റ്റിക് ആയിട്ടെന്ന് പറയില്ലേ, അങ്ങനെ. അപ്പോൾ അതിനെ കിസ് റൂപ് മേ കിയാ ഗയാ ഹൈ, എന്ത് രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. लिखिए. सविनय अवज्ञा आंदोलन 1930 में सरकारी आदेशों का पालन न करने के लिए अवज्ञा आंदोलन 1930 എന്തിനു വേണ്ടിയിട്ടായിരുന്നു, സർക്കാരി ആദേശോं का पालन न करने के लिए, സർക്കാരിൻ്റെ ആദേശങ്ങൾ പറഞ്ഞ ബ്രിട്ടീഷ് സർക്കാർ പറയണ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, പാലൻ ന करने के लिए അനുസരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇസ്മേ അംഗ്രേജി സർക്കാർ കെ സാത്ത് സഹयोग न करने की भावना थी. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു, ബ്രിട്ടീഷ് ഗവൺമെൻറ് പറയുന്നതിൻ്റെ കൂടെ നമ്മൾ സഹയോഗിക്കരുത്, പറഞ്ഞാൽ നമ്മൾ അവർക്ക് സഹയോഗം കൊടുക്കരുത്, നമ്മൾ അവരുടെ കൂടെ കോപ്പറേറ്റ് ചെയ്യരുത്, നമ്മളത് കേൾക്കരുത്, അനുസരിക്കരുത്. ലേഖകനെ സവിനയ് അവജ്ഞ का उपयोग ബസ് के संदर्भ में क्या है. പക്ഷേ ഹിസ്റ്ററിയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലേഖകൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്, ബസ്സിൻ്റെ സന്ദർഭത്തിലാണ്. ഈ ബസ്സിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് അവിടെയാണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്, ആ വാക്കുകൾ. വഹ ഇസ് പ്രതീകാത്മക് ഭാഷ के माध्यम से, പ്രതീകാത്മക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംബോളിക്, നമ്മൾ ഇന്നതിൻ്റെ പ്രതീകമായിട്ട് എന്നൊക്കെ പറയില്ലേ. എക്സാമ്പിൾ, ഇപ്പോൾ ഫ്ലാഗിലെ വൈറ്റിൻ്റെ പ്രതീകമാണ് പീസ് ആൻഡ് ട്രൂത്ത്, വൈറ്റ് റിപ്രസെൻറ്റ്സ് പീസ് ആൻഡ് ട്രൂത്ത്. അല്ലാന്നുണ്ടെങ്കിൽ സഫേദ് കാ പ്രതീക് ഹേ ശാന്തി ഓർ സത്യ, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെയാണ് പ്രതീകാത്മക് ഉള്ള യൂസ് കേട്ടോ. അപ്പോൾ ഈ സവിനയ് അവജ്ഞ എന്നുള്ള പ്രതീകാത്മകമായ ഭാഷയിൽ കൂടി കെ മാധ്യം സേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ത്രൂ, അതിൽ കൂടി യഹ് ബത്താന ചാഹ് രഹാ ഹേ കി, ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ലേഖകൻ എന്തെന്നാൽ, ബസ് വിനയപൂർവക് അപ്നെ മാലിക് വ യാത്രിയോ സേ, ബസ് എന്നുള്ളത് ഇവിടെ എന്ത് ബസ്സാണ്, ഓടുന്ന ബസ്സല്ല, ഇവിടെ മതി, ഇത്രയും മതി എന്നുള്ള അർത്ഥമാണ് ഈ ബസ്സിന് കേട്ടോ. വിനയപൂർവം അപ്നെ മാലിക് വ യാത്രിയോ സേ, തൻ്റെ മാലിക് ഓണറും പിന്നെ യാത്രക്കാരോടും ഉസെ സ്വതന്ത്ര കർനെ കാ അനുരോധ് കർ രഹി ഹേ, അദ്ദേഹത്തിനെ സ്വതന്ത്രമാക്കാനുള്ള അനുരോധ് കർ രഹി ഹേ, അഭ്യർത്ഥിക്കുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു. എന്താ പറയുന്നത്, അദ്ദേഹത്തെ ഇതിൽ നിന്നൊന്ന് സ്വതന്ത്രമാക്കാൻ, ഈ അപകടവും ഈ ബസ്സിൽ നിന്നൊന്ന് സ്വതന്ത്രമാക്കാൻ അഭ്യർത്ഥിക്കുന്നു, അതാണ് അർത്ഥം. അടുത്തത് ഭാഷാ കി ബാത്ത്. ബസ്, വഷ്, ബസ് 3 ശബ്ദ ഹെ. അപ്പോൾ ഇതിൽ 3 വാക്കുകളാണ് പറയുന്നത്, ബസ്, വഷ്, ബസ്. ബസ് എന്നുള്ളത് രണ്ടും ഒരുപോലെയാണ്, പക്ഷേ വേറെ വേറെ അർത്ഥങ്ങളാണ്. ഇൻമേ ബസ് സവാരിക്ക് അർത്ഥമേ, ആദ്യത്തെ ബസ് സവാരിയുടെ അർത്ഥത്തിലാണ്. വഷ് അധീനതയ്ക്ക് അർത്ഥമേ, വഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധീനത, ഒരു പവർ, അതിൻ്റെ അർത്ഥം എനിക്ക് വയ്യ, എൻ്റെ കപ്പാസിറ്റിയിലുള്ളതല്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് വഷ്. और बस पर्याप्त, काफ़ी के अर्थ में प्रयुक्त होता है. ലാസ്റ്റിലെ ബസ് എന്താണ്, കാഫി, എനഫ്, മതി മതി എന്ന് പറയില്ലേ നമ്മൾ, ബസ് ഹെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത്. ജैसे ബസ് സെ ചൽനാ ഹോഗ, അപ്പോൾ അതിൻ്റെ വാക്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ബസ്, ബസ് സെ ചൽനാ ഹോഗ, ബസ്സിൽ പോകേണ്ടി വരും.
മേരെ വശ് മേ നഹി ഹേ. മേരെ വശ് മേ നഹി ഹേ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ കഴിയില്ല, അത് എൻ്റെ കപ്പാസിറ്റിയുടെ അകത്തുള്ളതല്ല അതിൻ്റെ അർത്ഥം. അടുത്തത് അബ് ബസ് കരോ, ഇനി മതിയാക്ക്. അങ്ങനെയാണ് മൂന്നെണ്ണത്തിൻ്റെയും വാക്യം കൊടുത്തിരിക്കുന്നത്. ഉപര്യുക്ത വാക്യോं के समान വശ് और ബസ് ശബ്ദ സേ ദോ വാക്യ ബനായേ. ഇതേപോലെ തന്നെ നമ്മൾക്ക് രണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അത് വെച്ചിട്ട് അപ്പോൾ ആദ്യത്തെ വശ്. ആജ്കൽ കെ ബച്ചോं को समझाना सबके वश की बात नहीं. ഇക്കാലത്ത് കുട്ടികളെയൊക്കെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളത് സബ്കെ വശ് കി ബാത്ത് നഹി, പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, പറഞ്ഞാൽ എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല അത്. അടുത്തത് വശ്. ഭഗവാൻ കി കർണി മനുഷ്യക്ക് വശ് മേ നഹി. ഭഗവാൻ ചെയ്യുന്നത് മനുഷ്യൻ്റെ കഴിവിൻ്റെ ഉള്ളിലുള്ളതല്ല, പറഞ്ഞാൽ ഭഗവാൻ എന്ത് ചെയ്യുന്നു അത് നമുക്കൊന്നും അറിയില്ല അതെന്തൊക്കെയാണെന്ന്, അതാണ് അതിൻ്റെ അർത്ഥം. ബസ്. ബസ് കരോ കിത്ന ഖാओगे. മതിയാക്ക്, എത്ര കഴിക്കും. ബസ്. ബസ് കരോ ഇത്ന കാഫി ഹെ. മതിയാക്ക്, ഇത്രയൊക്കെ മതി. അടുത്ത ക്വസ്റ്റ്യൻ. ഹം 5 മിത്രോനെ തയ കിയാ കി. ഞങ്ങൾ 5 ഫ്രണ്ട്സ് ഡിസൈഡ് ചെയ്തു കി എന്തെന്നാൽ ഷാം 4 ബജെ കി ബസ്സേ, വൈകുന്നേരം 4 മണിയുടെ ബസ്സിൽ ചലേ പോകാമെന്ന്. പന്ന സെ ഇസി കമ്പനി കി ബസ് സത്ന കെ ലിയെ ഘണ്ടെ ഭർ ബാദ് മിൽത്തി ഹെ. പന്ന സെ, പന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇസി കമ്പനി കി ബസ്, ഇതേ കമ്പനിയുടെ ബസ് സത്ന കെ ലിയെ, സത്ന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വേണ്ടിയിട്ട് ഘണ്ടെ ഭർ ബാദ് മിൽത്തി ഹെ, 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കിട്ടും. ഊപ്പർ ദിയ ഗയെ വാക്യോമേ, മുകളിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ. അപ്പോൾ ഇതിൽ നേ കി സേ, അപ്പോൾ ഇതിൽ നേ ഉണ്ട്, കീ ഉണ്ട്, സേ ഉണ്ട്. ആദി, ഈ 3 എണ്ണമെല്ലാം പറഞ്ഞാൽ എക്സെട്ര. ആദി എന്ന് വെച്ചാൽ വാക്യക്കെ 2 ശബ്ദോं के बीच സംബന്ധ സ്ഥാപിത് കർ രഹേ ഹേ. വാക്യത്തിൻ്റെ 2 വേർഡ്സുകളുടെ ഇടയിൽ അതിൻ്റെ റിലേഷൻ സംബന്ധ സ്ഥാപിത് കർ രഹേ ഹേ, അതിൻ്റെ സംബന്ധം എന്താണെന്ന്, അത് തമ്മിലുള്ള ആ 2 വാക്കുകൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ നേ എവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, മിത്രോനെ തേക്കിയ. അപ്പോൾ ആ നേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ സെൻറ്റൻസ് മീനിങ് ഫുൾ ആയിരിക്കില്ല. പിന്നെ കീ. അടുത്തത് ബജേ കി ബസ്, 4 ബജേ കി ബസ്. അപ്പോൾ 4 ബജേ ബസ് എന്ന് വരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കാണ്, അല്ല അത് കറക്റ്റായിട്ട് സെൻറ്റൻസ് വരില്ല. അപ്പോൾ നമ്മൾക്കത് കറക്റ്റായിട്ട് റിലേഷൻ കാണിക്കാൻ നമ്മൾക്ക് ഇങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ശബ്ദങ്ങളെയാണ് നമ്മൾ കാരക് എന്ന് പറയുക. ഏസേ ശബ്ദോं को കാരക് കഹത്തെ ഹേ. ഇതുപോലുള്ള വാക്കുകൾ, ഇതുപോലുള്ള വേർഡ്സുകളെയാണ് കാരക് എന്ന് പറയുക. പറഞ്ഞാൽ 2 ശബ്ദങ്ങൾ, 2 വാക്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വാക്കുകളാണ് കാരക്. അപ്പോൾ അതിൽ എക്സാമ്പിൾസ് ആണിത്, നേ, കി, സേ എന്നൊക്കെ. ഇനിയും കുറേ ഉണ്ട് അതിൽ. ഇസി തര 2 വാക്യോं को एक साथ जोड़ने के लिए की का प्रयोग होता है. ഇപ്പം നമ്മൾ മുകളിൽ പറഞ്ഞത് 2 വേർഡ്സുകൾക്ക് ഇടയിൽ വരുന്നത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പറഞ്ഞാൽ അതിൻ്റെ റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇനി എന്താണ്, 2 വാക്യോं को, 2 സെൻറ്റൻസിനെ एक साथ जोड़ने के लिए, ഒരുമിച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പറഞ്ഞാൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പറഞ്ഞാൽ 2 സെൻറ്റൻസ് വേറെ വേറെ അല്ലാണ്ട് അതിനെ ഒരുമിച്ചാക്കാൻ വേണ്ടിയിട്ട് എന്താണ് കീ കാ പ്രयोग होता है. മുകളിലത്തെ കീ വേറെ, ഈ പറഞ്ഞിരിക്കുന്ന കീ വേറെ കേട്ടോ. അപ്പോൾ മുകളിലത്തെ എന്താണ്, റൈറ്റ് സൈഡിലേക്ക് വലിയ ഈൻ്റെ മാത്രയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കീ എന്താണ്, ലെഫ്റ്റ് സൈഡിലേക്ക് ചെറിയ ഈൻ്റെ മാത്രമാണ് ഈ കായിനുള്ളത്. അപ്പോൾ ഈ കീ നമ്മൾ എവിടെ യൂസ് ചെയ്യുക, 2 സെൻറ്റൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജോഡനെ കെ ലിയെ, ഏക് സാത്ത് ജോഡനെ കെ ലിയെ, അതിനാണ് ഇത് യൂസ് ചെയ്യുക. ഇതിൻ്റെ അർത്ഥം എന്താണ്, മെയിനായിട്ട് നമ്മൾ എന്തെന്നാൽ എന്ന് പറയില്ലേ, കീ, ക്യൂം കീ എന്നുള്ളതിലും ഈ കീ തന്നെയാണ് വരിക. നമ്മൾ ഈ കീ എന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എഴുതും. അപ്പം നമ്മൾ സാധാരണ ആൻസറിലൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടാവുന്നത് തന്നെയാണ്, കെഹത്തേ ഹേ കീ. അപ്പം മുകളിൽ തന്നെ ഉണ്ട് നോക്ക്, തൈ കിയാ കീ. അങ്ങനെ ഡിസൈഡ് ചെയ്തു എന്തെന്നാൽ, പിന്നെ അത് അതിൻ്റെ കാരണം അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ പറയണ്ടേ, ഷാം 4 ബജെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക. കഹാനി മേ സെ ദോനോ പ്രകാർ കെ 4 വാക്യോं को ചുനിയെ. ഈ കഥയിൽ നിന്ന് ഈ 2 തരത്തിലുള്ള 4 സെൻറ്റൻസ് തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. 4 അതിലിഷ്ടം പോലെ ഉണ്ട്, കാരണം കാരക്കില്ലാണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് കറക്റ്റായിട്ട്. കുറേ സെൻറ്റൻസ് ഉണ്ട് ചാപ്റ്ററിൽ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം നമുക്ക്. കാരക് ശബ്ദോं से निर्मित वाक्य, കാരക് ശബ്ദങ്ങൾ കൊണ്ട് നിർമ്മിച്ച വാക്യങ്ങൾ. यह समझ में नहीं आता कि सीट पर हम बैठे हैं या सीट हम पर बैठी है. ഇത് മനസ്സിലാകുന്നില്ല എന്താണ്, എന്തെന്നാൽ കീ പറഞ്ഞാൽ അത് ലെഫ്റ്റ് സൈഡിലേക്ക് വെള്ളിയുള്ളത്. ഇനി കാരണം പറയണത്, സീറ്റ് പർ ഹം ബേട്ടെ ഹേ, സീറ്റിൽ ഞങ്ങളാണോ ഇരിക്കുന്നത്, യാ സീറ്റ് ഹം പർ ബേട്ടി ഹേ, അതോ സീറ്റ് ഞങ്ങളുടെ മേലെയാണോ ഇരിക്കണമെന്ന് മനസ്സിലാകുന്നില്ല. അടുത്തത്, നയി നവേലി ബസ്സോं से ज़्यादा विश्वसनीय है.
നയി നവേലി എന്ന് വെച്ചാൽ പുതിയത്. അപ്പോൾ പുതിയ ബസ്സോസെ പുതിയ ബസ്സുകൾ ജാഥ വിശ്വസനീയ കൂടുതൽ വിശ്വസനീയമാണ്. യഹ് ബസ് പൂജയ്ക്ക് യോഗ്യ തി ഈ ബസ് പൂജ ചെയ്യാനുള്ള യോഗ്യതയുള്ളതായിരുന്നു. ബസ് കമ്പനിക്ക് ഏക് ഹിസ്സേദാർ ബി ബസ് കമ്പനിയുടെ ഒരു പാർട്ട്ണറും ഉസി ബസ് മേ ജാ രഹേ തെ അതേ ബസ്സിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ കീ സേ നേ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴേ അത് മീനിങ് ഫുൾ ആയിട്ട് സെൻറ്റൻസ് വരുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ കാരക്ക് എന്ന് പറയും. ചെറിയ ഈൻ്റെ മാത്രമേ ഉള്ള കീ ഒരു തരത്തിൽ കൺജങ്ഷൻ പോലെ തന്നെയാണ്, ബിക്കോസ് സോ എന്നൊക്കെ പറയില്ല അതുപോലെ. പിന്നെ ഈ കാരക് എന്നുള്ളത് ഒരു വലിയ ടോപ്പിക്കാണ് കേട്ടോ. അതിൽ കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് വളരെ ബ്രീഫായിട്ട് കുറച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹം ഫോറൻ കിഡ്കീസെ ദൂർ സറക് ഗയെ. ഞങ്ങൾ ഫോറൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ, തുരന്ത് എന്ന് പറയാം. കിഡ്കീസെ ജനലിൽ നിന്ന്, ദൂർ സറക് ഗയെ ദൂരെ നീങ്ങിപ്പോയി, മാറിപ്പോയി. സറക്കന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീങ്ങുക. നമ്മൾ സറക്കന എന്ന് വെച്ചാൽ അങ്ങനെ എണീറ്റ് മാറുകയല്ല, അങ്ങനെ ഇരുന്നവിടെ ഇരുന്ന് തന്നെ ഇങ്ങനെ നിരങ്ങി പോവില്ലേ, അതിനാണ് സറക്കന എന്ന് പറയുക കേട്ടോ. ചാന്ദിനി മേ രാസ്ത ടട്ടോൾക്കർ വഹ് റേങ് രഹി തി. ചാന്ദിനി എന്ന് വെച്ചാൽ മൂൺലൈറ്റ്, ചന്ദ്രൻ്റെ വെളിച്ചം. അതിൽ രസ്ത ടട്ടോൾക്കർ വഴി, ടട്ടോൽന എന്ന് വെച്ചാൽ അങ്ങനെ തപ്പിയെടുക്കുക, തിരഞ്ഞെടുക്കുക, അങ്ങനെ തപ്പിയിട്ട് വഹ് റേങ് രഹി തി അവൾ എഴഞ്ഞുപോയി. റേങ്ന എന്ന് വെച്ചാൽ ക്രോളിങ്, CRAWL ക്രോളിങ്, എഴയുക. നമ്മൾ എഴജന്തുക്കളുടെ പറയില്ലേ, അതിന് ക്രോളിങ്, അതിനാണ് റേങ്ന എന്ന് പറയുക. നമ്മൾ എഴജന്തുക്കളെ ഇപ്പോൾ ഹിന്ദിയിൽ സെൻറ്റൻസിൽ പറയുന്ന സമയത്ത് ഇപ്പോൾ പാമ്പ് റേങ് താഹേ എന്ന് പറയുക, रेंगना എന്ന് പറയും. दिए गए वाक्यों में आई सरकना और रेंगना जैसी क्रियाएं. തന്നിരിക്കുന്ന വാക്യത്തിൽ സറക്കന റേങ്കന അങ്ങനെ രണ്ട് ക്രിയകൾ തന്നിട്ടുണ്ട്. അതിൽ ദോ പ്രകാർ കി ഗതിയാൻ ദർശാത്തി ഹെ, രണ്ട് തരത്തിലുള്ള ആക്ഷൻസാണ് അത് കാണിക്കുന്നത്. ऐसी कुछ और क्रियाएं एकत्र कीजिए. അതുപോലുള്ള ഇനിയും ക്രിയകൾ കളക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ജോ ഗതി കെ ലിയെ പ്രയുക്ത് ഹോത്തി ഹെ. ഗതി കെ ലിയെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഇതുപോലെ എന്തെങ്കിലും മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വേർഡ്സ്. ജैसे അപ്പോൾ എക്സാമ്പിൾ എന്നാണ് കൊടുത്തിരിക്കുന്നതിൽ ഗൂമന ഇത്യാദി. ഗൂമന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, കറങ്ങുക. നമ്മൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങില്ലേ, അതിന് ഗൂമന എന്ന് പറയും. പറഞ്ഞാൽ നമ്മൾ കറങ്ങാൻ പോയി, നമ്മൾ വെളിയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പിക്നിക്കും എക്സ്കർഷനൊക്കെ പോയില്ലേ, അപ്പോഴും നമ്മൾ എന്ത് പറയും, ഗൂമനെ ഗയേ ഹം ഗൂമനെ ജാ രഹേ ഹേ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടെങ്കിലും എന്ത് പറയും നമ്മൾ, വഹ ഗൂം റഹാ ഹേ വഹാ പേ എന്നൊക്കെ പറയാം. ഉനി വാക്യമേ പ്രयोग कीजिए. അപ്പോൾ ഇതിനെ എന്നിട്ട് ഇത് വെച്ച് വാക്യം ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത് എന്താണ്, ടെഹൽന ചൽന. അപ്പോൾ ഏകദേശം രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ വാക്കിംഗ് ചെയ്യാനായിട്ട് ഇങ്ങനെ വാക്കിംഗ് ചെയ്യില്ലേ, അല്ലെങ്കിൽ പതുക്കെ ഇങ്ങനെ വാക്കിംഗ് ചെയ്യില്ലേ, അതിന് നമ്മൾ ടെഹൽന എന്ന് പറയും. ചൽന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ നടക്കുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിലും നടക്കുന്നതിന് ചൽന എന്ന് പറയും. അപ്പോൾ ദാദാജിക്കോ ടെഹൽന അച്ഛാ ലഗ്താ ഹെ. ദാദാജിക്ക് മുത്തശ്ശന് ടെഹൽന ഇഷ്ടമാണ്, നടക്കുന്നത് വാക്കിങ് ഇഷ്ടമാണ്. പറഞ്ഞാൽ നമ്മൾ അതിനായിട്ട് വാക്കിങ്ങിനായിട്ട് ചെയ്യുന്ന വാക്കിങ്, അതിന് ടെഹൽന പറയാം. ചലന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചലന സെഹത് കെ ലിയെ ബഹുത് ലാഭദായക് ഹെ. നടക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ലാഭദായകമാണ്, പറഞ്ഞാൽ വളരെയധികം നല്ലതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാഞ്ച് ബഹുത് കം ബച്ചേ തേ. കാഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ല്, ഗ്ലാസ് വളരെ കുറച്ചേ ബാക്കിയുള്ളൂ. ബച്ചേ തേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി, ബച്ചന ബാക്കിയാവുക. ജോ ബച്ചേ തേ ബാക്കി ആയത്, ജോ ബച്ചേ തേ എത്ര ബാക്കിയായോ, ഉൻസെ ഹം ബച്ചന ഥാ അതിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടണമായിരുന്നു. ഇവിടെ ബച്ചന എന്നുള്ളത് എന്താണ്, രക്ഷപ്പെടുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഉൻസെ ഹമേ ബച്ചന ഥാ ആ ഗ്ലാസ്സിൽ നിന്ന് പറഞ്ഞാൽ ആ ബാക്കിയായതെന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടണമായിരുന്നു. ഇസ് വാക്യ മേ ബച്ച് ശബ്ദ കോ ദോ തരഹ സെ പ്രयोग किया गया है. ഈ വാക്യത്തിൽ ബച്ച് എന്നുള്ള വാക്കിനെ രണ്ട് തരത്തിൽ, ദോ തരഹസെ രണ്ട് തരത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഏക് ശേഷ് കെ അർത്ഥമേ, ഒന്ന് ശേഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി അർത്ഥമേ ഹെ, ഓർ ദൂസറ സുരക്ഷ കെ അർത്ഥമേ. രണ്ടാമത്തെ ബച്ച് എന്നുള്ളത് എന്താണ്, സുരക്ഷ, സേഫ്റ്റി എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മളത് ആദ്യമേ കണ്ടു. ബച്ചേത്തെ കം ബച്ചേത്തെ എന്ന് പറഞ്ഞാൽ കുറച്ചേ ബാക്കിയുള്ളൂ. ബച്ചനാത്താന്ന് ഹമേ ബച്ചനാത്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടണമായിരുന്നു. നീച്ചെ ദിയെ ഗയെ ശബ്ദോं को वाक्यों में प्रयोग करके देखिए. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന ശബ്ദങ്ങളെ വാക്യത്തിൽ പ്രയോഗിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ध्यान रहे एक ही शब्द वाक्य में 2 बार आना चाहिए और शब्दों के अर्थ में कुछ बदलाव होना चाहिए.
അപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഏക് ഹി ശബ്ദ്, ഒരേ ശബ്ദം, ഒരേ വേർഡ് വാക്യമേ, സെൻറ്റൻസിൽ, വാക്യത്തിൽ ദോ ബാർ ആനാ ചയ്യേ, 2 പ്രാവശ്യം വരണം. പറഞ്ഞാൽ സെയിം വേർഡ് തന്നെ നമ്മൾ 2 തവണ യൂസ് ചെയ്യണം. ഓർ ശബ്ദോം കെ അർത്ഥമേ, പിന്നെന്താ വേണ്ടത്, ആ വേർഡ്സിൻ്റെ അർത്ഥത്തിൽ കുച്ച് ബദലാവ് ഹോനാ ചയ്യേ, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവണം. പറഞ്ഞാൽ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥമാകരുത് രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷേ സെയിം വേർഡ്സ് ആയിരിക്കണം. ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത് പോലെ. അപ്പോൾ 2 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ജൽ, ഹാർ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജൽ, മീന ഗരം ജൽ സേ ബുരി തറ ജൽ ഗയി. മീന ഗരം ജൽ സേ, മീന ചൂടുവെള്ളം കൊണ്ട്, ഗരം ജൽ, ആദ്യത്തെ ജല്ലിൻ്റെ അർത്ഥമാണ് വെള്ളം. അപ്പോൾ മീന ചൂടുവെള്ളം കൊണ്ട് ബുരി തറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട്, വളരെ കൂടുതലായിട്ട് മോശമായ രീതിയിൽ ജൽഗയി, പൊള്ളലേറ്റു. അപ്പോൾ രണ്ടാമത്തെ ജൽഗയി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്, പൊള്ളലേൽക്കുക, ബേണിങ്. ആദ്യത്തെ ജൽ വെള്ളം. അപ്പോൾ രണ്ടും വേറെ വേറെ മീനിങ് ആണ് വരുന്നത്. അടുത്തത് ഹാർ, യഹ് പ്രതിയോഗിത കെ ഇസ് പടാവുമേ, ഈ കോമ്പറ്റീഷൻ്റെ ഈ സ്റ്റേജിൽ, പ്രതിയോഗിത എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ, പടാവ് എന്ന് വെച്ചാൽ സ്റ്റേജ്, സ്റ്റേജ് എന്ന് വെച്ചാൽ വേദിയായിട്ടുള്ള സ്റ്റേജ് അല്ല, പറഞ്ഞാൽ ആ പർട്ടിക്കുലർ അവസ്ഥയിൽ. ജിസ്കി ജീത്ത് ഹോഗി, അപ്പോൾ ഈ കോമ്പറ്റീഷൻ്റെ ഈ അവസ്ഥയിൽ ആര് ജയിക്കുന്നുവോ, ജിസ്കി ജീത്ത് ഹോഗി, ആർക്ക് വിജയം ഉണ്ടാവുന്നുവോ, ഉസേ അവരെ മോത്തിയോം കാ ഹാർ മിലേഗ, മുത്തുകളുടെ, മോത്തി എന്ന് വെച്ചാൽ മുത്ത്, മുത്തുകളുടെ മാല കിട്ടും. ഹാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാല, മോത്തിയോം കാ ഹാർ, മുത്തിൻ്റെ മാല കിട്ടും. ഓർ ജിസ്കി ഹാർ ഹോഗി, ആര് തോൽക്കുന്നുവോ, ഈ ഹാറിൻ്റെ അർത്ഥം എന്താണ്, തോൽക്കുക. അപ്പോൾ ആര് തോൽക്കുന്നുവോ വഹ പ്രതിയോഗിത കെ ബാഹർ ഹോ ജായേഗ, അവർ ഈ കോമ്പറ്റീഷന് വെളിയിലാകും, ഔട്ടാകും. അപ്പോൾ ആദ്യത്തെ ഹാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ, മാല. രണ്ടാമത്തെ ഹാർ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തോൽക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ബോൾചാൽ മേ പ്രചലിത് അംഗ്രേസി ശബ്ദ് ഫസ്റ്റ് ക്ലാസ് മേ. ബോൾചാൽ മേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സംസാരിക്കുന്ന സമയത്ത് പ്രചലിത്, പ്രചാരത്തിലുള്ള, അംഗ്രേസി ശബ്ദ്, ഇംഗ്ലീഷ് വേർഡ്സ്, ഫസ്റ്റ് ക്ലാസ് മേ, അതിൽ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള ഇംഗ്ലീഷ് വേർഡ്സിൽ ദോ ശബ്ദ് ഹേ, 2 ശബ്ദമുണ്ട്, 2 വേർഡ്സുകളുണ്ട്. ഫസ്റ്റ് ഓർ ക്ലാസ്, ഒന്ന് ഫസ്റ്റും പിന്നൊന്ന് ക്ലാസ്സും, അങ്ങനെ 2 വേർഡ്സ് ഉണ്ട് അതിൽ. യഹാ ക്ലാസ് കാ വിശേഷൻ ഹെ ഫസ്റ്റ്, ഇവിടെ ക്ലാസ്സിനെ വിശേഷിപ്പിക്കുന്നതാണ് ഫസ്റ്റ് എന്ന വേർഡ് കൊണ്ട്. അപ്പോൾ ക്ലാസ്സിൻ്റെ വിശേഷണമാണ് ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് എന്നുള്ളത് അഡ്ജക്റ്റീവാണ്, ക്ലാസ് എന്നുള്ളത് നൗണാണ്. അപ്പോൾ അതിനെ വിശേഷിപ്പിക്കാൻ ഫസ്റ്റ് എന്ന് യൂസ് ചെയ്യുന്നു, ഫസ്റ്റ് വിശേഷൻ. അപ്പോൾ ക്ലാസ് എന്താണ്, ക്ലാസ് വിശേഷ്യം എന്നാണ് പറയും. ചൂങ്കി ഫസ്റ്റ് സംഖ്യ ഹേ, ചൂങ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല കേട്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണ്, അങ്ങനെ. അപ്പോൾ ഫസ്റ്റ് സംഖ്യ ഹേ, ഫസ്റ്റ് എന്നുള്ളതൊരു സംഖ്യയാണ്, സംഖ്യ പോലെയാണത് സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് സംഖ്യാവാചക് വിശേഷൺ കാ ഉദാഹരണം ഹേ, അതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് എന്നുള്ളത് സംഖ്യാവാചക് വിശേഷണത്തിന് ഉള്ള ഒരു ഉദാഹരണമാണ്, അത് സംഖ്യ ആയതുകൊണ്ട്. മഹാൻ ആദ്മി മേ കിസി ആദ്മി കി വിശേഷത ഹേ മഹാൻ. അപ്പോൾ മഹാൻ ആദ്മി എന്നുള്ള വേർഡ്സുകൾ, അതിൽ മഹാനായിട്ടുള്ള മനുഷ്യൻ, അപ്പോൾ ആ ആദ്മിക്ക് വിശേഷത, അപ്പോൾ ആ മനുഷ്യൻ്റെ വിശേഷതയാണ് മഹാൻ എന്നിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മഹാൻ എന്നുള്ളത് എന്താണ്, അത് വിശേഷൻ ആണ്. വിശേഷ്യം എന്ന് പറയുന്നത് ആദ്മി. അപ്പോൾ ആദ്മി എന്നുള്ളതിനെ വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അഡ്ജക്റ്റീവാണ് മഹാൻ എന്നുള്ളത്. അപ്പോൾ അതൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മൾ അതിനെ എന്താ പറയുക, യഹ് ഗുണവാചക് വിശേഷൻ ഹേ, അപ്പോൾ അതിനെ ഗുണവാചക് വിശേഷൻ എന്ന് പറയും. അത് മഹാൻ എന്ന് പറയുന്ന സമയത്ത് അത് ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് അതിനെ ഗുണവാചക് വിശേഷൻ എന്ന് പറയും. അപ്പോൾ സംഖ്യാവാചക് ഒന്നായി, ഗുണവാചക് ഒന്ന്, 2 എണ്ണം കഴിഞ്ഞു. സംഖ്യാവാചക് വിശേഷൻ ഓർ ഗുണവാചക് വിശേഷൻ കെ ദോ ഉദാഹരണം ഖോജ് കർ ലിഖിയേ. അപ്പോൾ ഈ 2 തരത്തിലുള്ള വിശേഷണത്തിൻ്റെയും ഉദാഹരണങ്ങൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് കൂടാണ്ട് ഇനി 2 എണ്ണം ഉണ്ട്, പരിമാണവാചക് വിശേഷൻ, പിന്നെ സാർവനാമിക് വിശേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻസർ നോക്കാം. സംഖ്യാവാചക് വിശേഷൻ, അപ്പോൾ സംഖ്യാവാചക് വിശേഷൻ്റെ ഉദാഹരണങ്ങൾ 4, 8, 10. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഇപ്പോൾ 4 ആം, അല്ലെങ്കിൽ 8 കേലെ, അല്ലെങ്കിൽ 10 ബച്ചേ, അങ്ങനെ എന്ത് വേണോ പറയാം, അതിന് സംഖ്യാവാചക് വിശേഷൻ എന്ന് പറയും. അപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്നത് 4 കേലെ എന്ന് പറയുന്ന സമയത്ത്, കേല എന്ന് പറഞ്ഞാൽ പഴം, അപ്പോൾ പഴത്തിനെ വിശേഷിപ്പിക്കുന്നത് 4 എന്നതുകൊണ്ട്. 8 ബച്ചേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ വിശേഷിപ്പിക്കുന്നത് 8, അങ്ങനെ. പിന്നെ അതല്ലാണ്ട് സംഖ്യ മാത്രമല്ലാണ്ട് ഇങ്ങനെയും പറയും കേട്ടോ. ഇപ്പോൾ പെഹല കമറ, കമറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമ, മുറി. പെഹല ആദ്യത്തെ, പെഹല കമറ, അല്ലെങ്കിൽ ദൂസറ ലടുക്ക, അല്ലെങ്കിൽ ദൂസരി ലടുക്കി എന്ന് വെച്ചാൽ രണ്ടാമത്തെ പെൺകുട്ടി അല്ലെങ്കിൽ രണ്ടാമത്തെ ആൺകുട്ടി. ദോനോ ബഹനെ എന്ന് വെച്ചാൽ 2 സിസ്റ്റേഴ്സും. അപ്പോൾ ഈ പെഹല കമറയിൽ പെഹല, ദൂസറ ലടുക്കയിൽ ദൂസറ, ദോനോ ബഹനെ എന്നുള്ളതിൽ ദോനോ. അപ്പോൾ ഇതും ഒക്കെ എന്താണ്, സംഖ്യയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തുള്ളതും എല്ലാം സംഖ്യാവാചക് വിശേഷണിൽ വരും. അടുത്തത് ഗുണവാചക് വിശേഷൻ.
ചാന്ദിനി രാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂൺ ലൈറ്റ്, ചാന്ദിനി എന്ന് വെച്ചാൽ മൂൺ ലൈറ്റ്, നിലാവുള്ള രാത്രി. അപ്പോൾ രാത്രി എങ്ങനത്തെ രാത്രിയാണ്? നിലാവുള്ള രാത്രി, രാത്ത് ചാന്ദിനി രാത്ത്. സമജ്ദാർ ആദ്മി, അപ്പോൾ എങ്ങനെയുള്ള ആദ്മിയാണ്, എങ്ങനെയുള്ള മനുഷ്യനാണ്? സമജ്ദാർ ആണ്, അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുന്ന ആദ്മി. പിന്നെ അതുകൂടാതെ ഇപ്പോൾ വേറെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ സുന്ദർ ഫൂൽ, അപ്പോൾ ഫൂൽ എന്ന് വെച്ചാൽ ഫ്ലവർ, അപ്പോൾ പൂവിനെ വിശേഷിപ്പിക്കുന്നത് സുന്ദർ, അപ്പോൾ അതും ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം ഗുണങ്ങളാണ്. ഒരു സ്വച്ഛ് കപ്പട, കപ്പട തുണി, സ്വച്ഛ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള, അപ്പോൾ വൃത്തിയുള്ള തുണി, എങ്ങനത്തുള്ള തുണിയാണ്? വൃത്തിയുള്ള തുണി, അപ്പോൾ ഇതൊക്കെ ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. കാലാബാദൽ, മേഘം, എങ്ങനെയുള്ള മേഘമാണ്? കറുത്ത മേഘം, അപ്പോൾ ഇതെല്ലാം ക്വാളിറ്റിയാണ്, ഇതെല്ലാം ഗുണവാചക്കിൽ വരും. എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം.